Hi all of you. So today we'll see the discussion regarding the properties of Fourier transform. That is what we are going to see now. The definition of properties and the problems related to the properties. So these are the contents. First we will see its definition, then some problems based on that, and you are given a tutorial at the end to be submitted soon. So as you all know, this is just the definition of Fourier transform pair. How to find the Fourier transform and how to find its inverse Fourier transform in equations 1 and 2, and the Fourier transform pair in equation 3. So just recall that Fourier transform is meant for continuous time non-periodic signal. And let us see the properties one by one. First one is linearity property. It is very simple. X of j omega is the Fourier transform of x of t. Y of j omega is the Fourier transform of y of t. Then as per linearity property, the Fourier transform of ax of t plus by of t is equal to ax of j omega plus by of j omega. That is equation 4. And time shift property. If the x of t is shifted by t0 units, that is x of t minus t0 has the Fourier transform of x of j omega into e raised to minus j omega t0. അതായത് നിങ്ങൾ എത്ര യൂണിറ്റ് ആണോ എക്സ് ഓഫ് ടി ഷിഫ്റ്റ് ചെയ്ത് ആ ഷിഫ്റ്റ് ചെയ്ത സിഗ്നലിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒറിജിനൽ സിഗ്നൽ എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം, ദാറ്റ് ഈസ് എക്സ് ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്ന ഒറിജിനൽ സിഗ്നലിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമുമായിട്ട് ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ആ ടി സീറോ ആണ് അതിൽ ഇമ്പോർട്ടൻറ്റ്. മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫാക്ടർ ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ ടി സീറോ. നെക്സ്റ്റ് ഈസ് ഫ്രീക്വൻസി ഷിഫ്റ്റ് പ്രോപ്പർട്ടി. ഹിയർ ദ ഷിഫ്റ്റ് occurs in frequency, that is you can see x of j omega minus gamma എന്ന് പറയുന്ന യൂണിറ്റാണ് അവിടെ, ഐ മീൻ അത്രയും ഷിഫ്റ്റാണ് ഫ്രീക്വൻസിയിൽ സംഭവിച്ചിരിക്കുന്നത്. യു ആർ ഷിഫ്റ്റിംഗ് frequency omega minus gamma. So if shift happens in frequency means in the time domain the corresponding signal will be x of t into e raised to j gamma t. അതായത് നിങ്ങളുടെ ഒറിജിനൽ സിഗ്നൽ എക്സ് ഓഫ് ടിയും അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ജെ ഒമേഗയുമാണ്. അപ്പോൾ ഫ്രീക്വൻസിയിൽ ഗാമയ്ക്ക് ഒരു ഷിഫ്റ്റ് സംഭവിച്ചാൽ അത് ടൈം ഡൊമൈനിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇ റൈസ് ടു ജെ ഗാമ ടി കൊണ്ടുള്ളൊരു മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. അതായത് ടൈം ഷിഫ്റ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ്. നെക്സ്റ്റ് വൺ ഈസ് സ്കെയിലിംഗ് പ്രോപ്പർട്ടി. യു ആർ സ്കെയിലിംഗ്, ടൈം സ്കെയിലിംഗ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. എക്സ് ഓഫ് ടിക്ക് എക്സ് ഓഫ് ജെ ഒമേഗയാണ് ഫൊറിയർ ട്രാൻസ്ഫോം എങ്കിൽ ടൈം സ്കെയിൽഡ് വേർഷൻ ഓഫ് എക്സ് ഓഫ് ടി ഈസ് എക്സ് ഓഫ് എ ടി, ഹൂസ് ഫൊറിയർ ട്രാൻസ്ഫോം വിൽ ബി 1 by mod a എക്സ് ഓഫ് ജെ ഒമേഗ ബൈ എ. അതായത് ടൈമിനെ നമ്മൾ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് എ ടി, അവിടെ ടൈമിലൊരു കംപ്രഷനാണ് നടക്കുന്നത്. നമ്മൾ ടൈം സ്കെയിലിംഗ് പഠിച്ചു മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, അതായത് എ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അല്ലെങ്കിൽ നോർമലി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു കംപ്രഷൻ വരികയാണെങ്കിൽ ഫ്രീക്വൻസിയിലേക്ക് പോകുമ്പോൾ അത് ഡിവിഷനായിട്ട് മാറും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എ എന്ന് പറയുന്നത് 2 ആണ് വാല്യൂ എങ്കിൽ എക്സ് ഓഫ് 2t, സോ യുവർ സിഗ്നൽ ഗെറ്റ്സ് കംപ്രസ്ഡ്. അത് ഫ്രീക്വൻസിയിൽ വരുമ്പോൾ എന്ത് വരും? ഒമേഗ ബൈ 2 എന്നായിട്ട് വരും. അതായത് അതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യും. നെക്സ്റ്റ് ഈസ് ഡിഫറൻസിയേഷൻ ഇൻ ടൈം പ്രോപ്പർട്ടി. യു ആർ ഡിഫറൻഷിയേറ്റിംഗ് യുവർ സിഗ്നൽ ഇൻ ടൈം ഡൊമൈൻ. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ the corresponding Fourier transform will be x of j omega into j omega. അതായത് ഒറിജിനൽ സിഗ്നൽ ഉണ്ട്, അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ സിഗ്നലിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കാണുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇക്വലൻ ടു ദ ഒറിജിനൽ ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ജെ ഒമേഗ ഇൻറ്റു ജെ ഒമേഗ. ദെൻ ഫ്രീക്വൻസി ഡിഫറൻസിയേഷൻ, അതായത് ഇവിടെയാണ് നമ്മൾ ഫ്രീക്വൻസിയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. എക്സ് ഓഫ് ജെ ഒമേഗ എന്ന് പറയുന്ന ഒറിജിനൽ സിഗ്നലിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു ഫ്രീക്വൻസി വിത്ത് റെസ്പെക്ട് ടു ഫ്രീക്വൻസി ആയിട്ട്. അങ്ങനെ വരുമ്പോൾ ഒറിജിനൽ സിഗ്നലിൽ വരുന്ന ഡിഫറൻസ് എന്താണ്? എക്സ് ഓഫ് ടി ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ മൈനസ് ജെ ടി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഒറിജിനൽ സിഗ്നൽ ഉണ്ട് എക്സ് ഓഫ് ടി, അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ജെ ഒമേഗയാണ്. ഓക്കെ, ഇനി ഈ ഫൊറിയർ ട്രാൻസ്ഫോമിനെ നിങ്ങൾ ഫ്രീക്വൻസിയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഫൊറിയർ ട്രാൻസ്ഫോം വിൽ ബി ഇക്വലൻ ടു എ ന്യൂ സിഗ്നൽ വിച്ച് ഈസ് എക്സ് ഓഫ് ടി ഇൻറ്റു മൈനസ് ജെ ടി. ഓക്കെ, അതുപോലെ അടുത്ത ഇൻ്റഗ്രേഷനാണ്. എക്സ് ഓഫ് ടീനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വലൻ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ ഡിഫറൻഷിയേഷനും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഡിഫറൻഷിയേഷനിൽ
സിഗ്നലിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ നമുക്ക് ജെ ഒമേഗ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യായിരുന്നു ഫ്രീക്വൻസിയിൽ. ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ജെ ഒമേഗ വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. പ്ലസ് ഒരു കാര്യം കൂടെ വരുന്നുണ്ട് അതിൽ, പൈ എക്സ് ഓഫ് ജെ സീറോ എന്നാണ് പറയുന്നത്. എക്സ് ഓഫ് ജെ സീറോ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്കൊരു എക്സ് ഓഫ് ജെ ഒമേഗ ഉണ്ട്. ആ എക്സ് ഓഫ് ജെ ഒമേഗയിൽ ഒമേഗ ഈക്വൽ ടു 0 ടു കൊടുക്കുന്നതാണ് എക്സ് ഓഫ് ജെ സീറോ ഇൻറ്റു ഡെൽ ഓഫ് ഒമേഗ. ഡെൽ ഓഫ് ഒമേഗ എന്ന് പറഞ്ഞാൽ അത് യൂണിറ്റ് ഇമ്പൾസ് സിഗ്നലാണ്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം അങ്ങനെ റയറായിട്ട് ചോദിക്കുള്ളൂ, നിങ്ങൾ ഡെഫിനിഷൻ അറിഞ്ഞു വയ്ക്കാം. നെക്സ്റ്റ് വൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, കൺവല്യൂഷൻ പ്രോപ്പർട്ടി. അതായത് എക്സ് ഓഫ് ടി വൈ ഓഫ് ടി കൺവല്യൂഷൻ എന്ന് പറഞ്ഞാൽ കൺവല്യൂഷൻ്റെ ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു സിഗ്നൽ കിട്ടും. എക്സ് ഓഫ് ടി വൈ ഓഫ് ടിയും കൂടി കൺവല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി സെഡ് ഓഫ് ടി. ദാറ്റ് സെഡ് ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നലിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ജെ ഒമേഗ ഇൻറ്റു വൈ ഓഫ് ജെ ഒമേഗ. ഓക്കെ, അതായത് ഒരു സിഗ്നൽ തന്നു, രണ്ട് സിഗ്നൽ തന്നു, ആ സിഗ്നലിനെ കൺവോൾവ് ചെയ്തു. യു ആർ ഗെറ്റിംഗ് എ ന്യൂ സിഗ്നൽ ഹൂസ് ഫൊറിയർ ട്രാൻസ്ഫോം ഈസ് equivalent to the product of the Fourier transform of your original signals. Okay. And next is multiplication property. It is just the dual of your convolution property. You are multiplying two signals in time domain. Then the corresponding Fourier transform will be the convolution. X of t into y of t യുടെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എക്സ് ഓഫ് ജെ ഒമേഗ ഇൻറ്റു വൈ ഓഫ് ജെ ഒമേഗ ഓർ ഗാമ, അത് വേറൊരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നു മാത്രം, സെയിം വേരിയബിൾ ആവാതിരിക്കാൻ. വൈ ഓഫ് ജെ ഒമേഗ എന്ന് എഴുതുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. ആൻഡ് നെക്സ്റ്റ് ഈസ് പാർസീവൽസ് തിയറം. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ പ്രോപ്പർട്ടി, ഇറ്റ് ഈസ് എ തിയറം ആൾസോ. ഹിയർ യു ക്യാൻ സീ ദാറ്റ് വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പാർസീവൽസ് തിയറം ആൻഡ് ദ അതർ പ്രോപ്പർട്ടീസ്. ഇവിടെയെല്ലാം നിങ്ങൾ മുന്നത്തെ പ്രോപ്പർട്ടീസിലെല്ലാം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ടൈം ഡൊമൈൻ സിഗ്നലും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫ്രീക്വൻസിയും, അതിനിടയിൽ സെപ്പറേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് ഒരു ഡബിൾ ഹെഡഡ് ആരോ ഫൊറിയർ ട്രാൻസ്ഫോം പെയർ ആണെന്ന് കാണിക്കാൻ ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ലെഫ്റ്റ് ഹാൻഡ് സൈഡിനെയും റൈറ്റ് ഹാൻഡ് സൈഡിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഈക്വൽ സൈൻ വെച്ചിട്ടാണ്. അതായത് രണ്ടും ഈക്വൽ ആണ് എന്നുള്ളതാണ് അതിനർത്ഥം. ഇതിന് മുന്നേ നമ്മൾ കണ്ടിരുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടൈം ഡൊമൈൻ സിഗ്നലും റൈറ്റ് ഹാൻഡ് സൈഡിൽ ഫ്രീക്വൻസി ഡൊമൈൻ സിഗ്നലും, അതായത് അത് രണ്ടും ഒരു പെയറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഈ പാർസീവൽസ് തിയറത്തിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഇക്വേഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് ടി സ്ക്വയർ ഡി ടി. എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു നോൺ പീരിയോഡിക് കണ്ടിന്യൂസ് സിഗ്നലാണ്. സോ ദിസ് ഇക്വേഷൻ വിൽ ഗിവ് യു ദ എനർജി ഓഫ് ദാറ്റ് സിഗ്നൽ. ഓക്കെ, സോ യു ക്യാൻ ഇൻഡിക്കേറ്റ് ഇറ്റ് ആസ് ഇ. ദാറ്റ് എനർജി ഇ ഈസ് ഈക്വൽ ടു വാട്ട്? റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താണ് 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് ജെ ഒമേഗ ഹോൾ സ്ക്വയർ ഡി ഒമേഗ. അതായത് എക്സ് ഓഫ് ടി തന്നാൽ നിങ്ങൾക്ക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. അതേ സമയത്ത് തന്നെ എക്സ് ഓഫ് ജെ ഒമേഗ തന്നു കഴിഞ്ഞാലും, അതായത് എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടും ഈ സിഗ്നലിൻ്റെ എനർജി കാണാം. എങ്ങനെ? യൂസിങ് ദിസ് ഇക്വേഷൻ 1/2π ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി മോഡ് എക്സ് ഓഫ് ജെ ഒമേഗ ഹോൾ സ്ക്വയർ ഡി ഒമേഗ. So you can calculate the energy using x of t as well as x of j omega. പക്ഷേ ഇതിൽ ഈ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടൈം ഡൊമൈനിൽ നിങ്ങൾ കാണുന്ന എനർജിയും അതേസമയം ഈ സിഗ്നലിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എടുത്ത് കാണുന്ന എനർജിയും രണ്ടും ഈക്വൽ ആയിരിക്കണം. എനർജി കൺസർവേഷൻ പ്രോപ്പർട്ടിയാണത്. അതിനൊരു പ്രൂഫ് കൂടെ ഉണ്ട്, അത് ചോദിക്കാറുണ്ട് പ്രൂഫ്, ദാറ്റ് വിൽ ഗിവ് യു ലേറ്റർ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി. ക്യാപിറ്റൽ എക്സ് ഓഫ് ജെ ടി, ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. അതായത് നമുക്ക് ഒരു കാര്യം നമ്മൾ യു ഷുഡ് റിമൈൻഡ് ദാറ്റ് സ്മോൾ എക്സ് ഓഫ് ടി ഈസ് യുവർ ടൈം ഡൊമൈൻ സിഗ്നൽ, സ്മോൾ എക്സ് ഓഫ് ടി, ആൻഡ് ക്യാപിറ്റൽ എക്സ് ഓഫ് ജെ ഒമേഗ ഈസ് യുവർ ഫ്രീക്വൻസി ഡൊമൈൻ സിഗ്നൽ, ദാറ്റ് ഈസ് ഫൊറിയർ ട്രാൻസ്ഫോം. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ക്യാപിറ്റൽ എക്സും പിന്നെ അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് ടിയുമാണ്. ഓക്കെ, അപ്പോൾ അതായത് നമുക്ക് സ്മോൾ എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് ക്യാപിറ്റൽ എക്സ് ഓഫ് ജെ ഒമേഗ. അപ്പോൾ ക്യാപിറ്റൽ എക്സ് ഓഫ് ജെ ഒമേഗയിൽ നിന്ന് ഒമേഗേനെ മാറ്റി അവിടെ ടി കൊടുത്തിരിക്കുകയാണ്. അതായത് നിങ്ങളൊരു സിഗ്നൽ എടുത്ത് അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം കാണുമ്പോൾ അതിൻ്റെ വാരിയബിൾ എന്ന് പറയുന്നത് ഒമേഗയാണ്, ഒമേഗയുടെ ടേമിലാണ് കിട്ടുന്നത്. അപ്പോൾ ആ ഒമേഗയ്ക്ക് പകരം ടി കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ടൈം ഡൊമൈൻ സിഗ്നലായി മാറി. അങ്ങനെ കിട്ടുന്ന ഒരു സിഗ്നലിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്? 2π സ്മോൾ എക്സ് ഓഫ് മൈനസ് ഒമേഗ.
ഈ സ്മോൾ എക്സ് ഓഫ് മൈനസ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു ടൈം ഡൊമൈൻ സിഗ്നലാണ്. അതിൽ ടിക്ക് പകരം മൈനസ് ഒമേഗ കൊടുത്തു. അപ്പോൾ ടി അവിടെ ഉള്ളിടത്തോളം കാലം ഇറ്റ് ഈസ് എ ടൈം ഡൊമൈൻ സിഗ്നൽ. ടിക്ക് പകരം ഒമേഗ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്രീക്വൻസി വേരിയബിൾ ആണ്. സോ ദാറ്റ് വിൽ ബി എ ഫൊറിയർ ട്രാൻസ്ഫോം. അപ്പോൾ നിങ്ങൾക്ക് എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ജെ ഒമേഗ ആണ് എന്നറിയാമെങ്കിൽ ഈ ഫൊറിയർ ട്രാൻസ്ഫോമിൽ ഒമേഗയ്ക്ക് പകരം ടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടൈം ഡൊമൈൻ സിഗ്നൽ കിട്ടും. അതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒറിജിനൽ സിഗ്നലിൻ്റെ എക്സ് ഓഫ് ടിയിൽ നിന്ന് ടി മാറ്റി മൈനസ് ഒമേഗ കൊടുക്കണം. അതാണ് ഡ്യുവാലിറ്റി. സോ ദാറ്റ് ഈസ് യുവർ ഡ്യുവാലിറ്റി പ്രോപ്പർട്ടി. ഡ്യുവാലിറ്റി പ്രോപ്പർട്ടീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. സോ ഈ പ്രോപ്പർട്ടീസ് നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഇത് നിങ്ങളുടെ മൈൻഡിൽ, അതായത് ഒരു പ്രോബ്ലം കണ്ടാൽ യു മസ്റ്റ് ബി ഏബിൾ ടു അപ്ലൈ ദിസ് പ്രോപ്പർട്ടി. സോ യു മസ്റ്റ് ബി തറോ വിത്ത് ദിസ് പ്രോപ്പർട്ടി. ഓക്കെ. So in the next session onwards you will be doing the problems based on this property, as well as in your mind you must have the basic Fourier transform pairs that we discussed in the last video. And one more property is the symmetry property. It means that if x of t is a real signal, its Fourier transform will satisfy a property, that is x star of j omega. X star of j omega is a complex conjugate of x of j omega. So x star of j omega will be equal to x of minus j omega. And if x of t is imaginary, x star of j omega is equal to minus x of minus j omega. If x of t is real and even, then imaginary part of your Fourier transform will be 0, which means that if your x of t is real and even, your Fourier transform will be a real signal, I mean a real quantity. If x of t is real and odd, the real part of x of j omega is equal to 0, which means that it is purely imaginary. Okay, now we will see the problems. Your signal is x of t equal to dou of t minus 2. Okay, അതിൻ്റെ Fourier transform കാണണം using some property. So from the basic Fourier transform pair, you know that Fourier transform of del of t is equal to 1. Now using time shift property, അതായത് del of t ൻ്റെ 1 ആണെന്ന് അറിയാം. ഇവിടെ del of tക്ക് ഒരു ടൈം ഷിഫ്റ്റ് കൊടുക്കുന്നുണ്ട്, t minus 2. So what is time shift property? X of t minus t0 ൻ്റെ Fourier transform എന്ന് പറഞ്ഞാൽ x of j omega into e raised to minus j omega t0. Here t0 is 2. So you are multiplying your x of j omega. X of j omega എന്ന് പറഞ്ഞാൽ 1 ആണ്. 1ഉമായിട്ട് e raised to minus j omega t0. t0 is 2. അത് മൾട്ടിപ്ലൈ ചെയ്തു. So your Fourier transform is e raised to minus 2j omega. Next problem, x of t equal to dou of t minus 1 minus dou of t plus 1. ഇതും ഇൻഡിവിജ്വലി ഓരോ സിഗ്നലിൻ്റെയും നമ്മൾ കാണണം. ഡോ ഓഫ് ടി മൈനസ് 1 എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടൈം ഷിഫ്റ്റ് ഉണ്ട്. അതുപോലെ ഡോ ഓഫ് ടി പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടൈം ഷിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ഡോ ഓഫ് ടി മൈനസ് 1ൻ്റെ Fourier ട്രാൻസ്ഫോം ഇ റൈസ് ടു മൈനസ് ജെ ഒമേഗ. ഡോ ഓഫ് ടി പ്ലസ് 1ൻ്റെ ഇ റൈസ് ടു ജെ ഒമേഗ. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാൻ നമുക്ക് ലീനിയാരിറ്റി പ്രോപ്പർട്ടി വെച്ചിട്ട് അത് സിംപ്ലിഫൈ ചെയ്താൽ യു വിൽ ഗെറ്റ് ദിസ് ആൻസർ മൈനസ് 2j സൈൻ ഒമേഗ. And next is e raised to minus 3t u of t minus 1. ഓക്കെ, ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ടൈം ഷിഫ്റ്റ് പ്രോപ്പർട്ടി തന്നെയാണ്. ആൻഡ് യു സ്റ്റാർട്ട് വിത്ത് ദ Fourier ട്രാൻസ്ഫോം പെയർ e raised to minus 3t u of t. e raised to minus 3t u of tയുടെ Fourier ട്രാൻസ്ഫോം എന്താണ്? നിങ്ങൾക്ക് ജനറലി നിങ്ങൾക്കറിയാം e raised to minus 8t u of t എന്ന് പറഞ്ഞാൽ 1/j omega plus a ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് a എന്ന് പറയുന്നത് 3 ആണ്. സോ e raised to minus 8t u of tയുടെ 1/j omega plus a ആണെങ്കിൽ e raised to minus 3t u of tയുടെ 1/j omega plus 3. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? നമ്മൾ ആ e raised to minus 3t u of tയിൽ ഒരു ടൈം ഷിഫ്റ്റ് അപ്ലൈ ചെയ്യുന്നു. അതായത് ടിക്ക് പകരം t minus 1 കൊടുത്തു. അപ്പോൾ എന്ത് വരും? ദിസ് ഈസ് യുവർ ന്യൂ സിഗ്നൽ. സോ യു നോ എക്സ് ഓഫ് ജെ ഒമേഗ ആയിട്ട് നമ്മളപ്പോൾ e raised to minus j ടി ഒമേഗ t0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ t0 എന്ന് പറയുന്നത് 1 ആണ്. സോ യു ആർ മൾട്ടിപ്ലൈയിങ് 1/j omega plus 3 വിത്ത് e raised to minus j omega. കാരണം t0 1 ആണ്. പക്ഷെ നമ്മുടെ ഒറിജിനൽ സിഗ്നൽ എന്ന് പറയുന്നത് എന്താണ്? e raised to minus 3t u of t minus 1 ആണ്.
അപ്പോൾ അതിനെ കിട്ടണം. ഏതിൽ നിന്ന്? ഈ ക്വാണ്ടിറ്റിയിൽ നിന്ന്. ഇതിൽ നിന്ന് അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? സോ ദാറ്റ് ഈസ് റിട്ടൺ ഓവർ ഹിയർ. e raised to minus 3t u of t, your original signal is equal to this quantity divided by e raised to 3. നിങ്ങൾക്ക് ഒന്ന് എഴുതി നോക്കിയാൽ അറിയാം. അപ്പോൾ ഓൾറെഡി ന്യൂമറേറ്ററിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം നമുക്ക് അറിയുന്നതാണ്. അതിനെ e raised to 3 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. e raised to 3 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതിന് പ്രത്യേകിച്ച് പ്രോപ്പർട്ടിയുടെ ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ പുതിയ എന്ന് പറഞ്ഞാൽ 1/j omega plus 3 e raised to minus j omega into e raised to minus 3 അത് മുകളിലേക്ക് പോയി. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ ഇതാണ് നിങ്ങളുടെ ആൻസർ. ഇപ്പോൾ ടൈം ഷിഫ്റ്റ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഡയറക്റ്റ് അപ്ലിക്കേഷൻ അല്ല, ഇതുപോലത്തെ ചെറിയ ട്വിസ്റ്റസൊക്കെ അതിലുണ്ടാവും. അത് നിങ്ങളൊന്ന് നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ആ ബേസിക് ഫൊറിയർ ട്രാൻസ്ഫോം പെയറും ഈ പ്രോപ്പർട്ടി എന്താണെന്നും അത് എവിടെയാണ് അപ്ലൈ ചെയ്യാമെന്നുള്ളതും വളരെ തറോ ആയിരിക്കണം. ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ഈസ് സൈൻ ഒമേഗ 0t. സൈൻ ഒമേഗ 0tനെ നമ്മൾ ഓയിലേഴ്സ് ഫോർമുല വെച്ചിട്ട് ഈ ഫോർമുല എക്സ്പ്രസ് ചെയ്തു. ഇവിടെ നമുക്ക് 1ൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 2π del of omega ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെ ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നുള്ളതാണ്. ഇവിടെ നമുക്ക് 1 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എവിടെ ഇല്ല, പക്ഷേ e raised to j omega 0tനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 into e raised to j omega 0t എന്ന് എഴുതാം. അതുകൊണ്ട് എന്താണ് യൂസ്? വി ക്യാൻ അപ്ലൈ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി. അതായത് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് 1 into e raised to j gamma t, ഗാമയ്ക്ക് പകരമാണ് നമ്മളിവിടെ ഒമേഗ 0 യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ജി ഒമേഗയിൽ ഒമേഗയ്ക്ക് പകരം ഒമേഗ മൈനസ് ഗാമ കൊടുക്കണം. ഗാമ ഈസ് ഒമേഗ 0t. സോ 1 ഹാസ് ദ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് 2π del of omega. Then 1 into e raised to j omega 0t has the Fourier transform 2π del of omega minus omega naught. Apply frequency shift. അതിൽ അടുത്ത ടേം കാണുന്നു, അത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നു, you will get this expression. Similarly cos omega 0t അതിനെ ഓയിലേഴ്സ് ഫോർമുല വെച്ച് എഴുതി ഇൻഡിവിജ്വൽ ടേംസിനെ ഫ്രീക്വൻസി ഷിഫ്റ്റിംഗ് വെച്ചിട്ട് നമ്മൾ കാണുന്നു, you will get this answer. And next is x of t equal to sin 2πt plus π/4. ഇവിടെ ഒമേഗ സൈൻ ഒമേഗ 0t അല്ല, ഒമേഗ 0ന് പകരം 2π എന്ന് പറയുന്നൊരു ക്വാണ്ടിറ്റി ഉണ്ട്, പിന്നെ പ്ലസ് ഒരു π/4 ഉണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ഓയിലേഴ്സ് ഫോർമുല വെച്ച് എഴുതി കഴിഞ്ഞാൽ ഇതാണ് എക്സ്പ്രഷൻ കിട്ടുക. e raised to j 2πt into e raised to j π/4. e raised to j π/4 is a complex, it is a constant quantity. അത് ഇപ്പോൾ നമ്മൾ എക്സ് ഓഫ് ടീനെ എ ഇൻറ്റു എക്സ് ഓഫ് ടി എന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയാണ്. എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ജെ ഒമേഗ ആണെങ്കിൽ എ എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എ ഇൻറ്റു എക്സ് ഓഫ് ജെ ഒമേഗയാണ്. അതുപോലെ അതിനെ പ്രത്യേകിച്ച് റോളില്ല പ്രോപ്പർട്ടിയിൽ, ലീനിയറിറ്റി പ്രോപ്പർട്ടിയാണ്. ഇത് ഈ ഫോമിൽ എഴുതിയതിന് ശേഷം നമ്മൾ അഗെയിൻ എന്ത് ചെയ്യുന്നു, അവിടെ നേരത്തെ ചെയ്ത പോലെ നമുക്ക് നേരത്തെ ഒരു റിസൾട്ട് ഉണ്ട്. സൈൻ ഒമേഗ 0tയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ഇതാണ്, ഇത് പ്രീവിയസ് പ്രോബ്ലത്തിലുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഡയറക്റ്റായിട്ട് എഴുതാം. ഒമേഗ 0ന് പകരം 2π, പിന്നെ ഇവിടെ നമുക്ക് π/4 ഉണ്ട്. ഞാൻ പറഞ്ഞത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് വെറുതെ e raised to j π/4 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. ഇവിടെ e raised to minus j π/4. So this will be your answer. And next is if x of t has a Fourier transform x of j omega, determine the Fourier transform of x of 4t minus 8. Here you have two properties to be applied. One is time shifting and other is time scaling. So first you apply time shifting as per your precedence rule of time shifting. Time shifting ആദ്യം എടുക്കുന്നു, x of t minus 8. അപ്പോൾ -8 ആണ് നമുക്കത്, അതുകൊണ്ട് എക്സ് ഓഫ് ജി ഒമേഗേനെ e raised to minus j 8 ഒമേഗ വെച്ചിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ, ആദ്യം ടൈം ഷിഫ്റ്റിംഗ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഓഫ് ടി മൈനസ് t0, അതിൽ t0 എന്ന് പറയുന്നത് 8 ആണ്. സോ ആ 8നെ നമ്മൾ എടുക്കുമ്പോൾ e raised to minus j 8 ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ജി ഒമേഗ. ഇനി അതിനുശേഷം നമുക്ക് ടിക്ക് പകരം ഇവിടെ 4t ആണ്. അപ്പോൾ നമ്മൾ ടൈം സ്കെയിലിംഗ് പ്രോപ്പർട്ടി എക്സ് ഓഫ് 80യുടെ ഫൊറിയർ ട്രാൻസ്ഫോം 1/mod a എക്സ് ഓഫ് ജി ഒമേഗ ബൈ എ. അപ്പോൾ എന്ത് വരും, ഈ കിട്ടിയ തൊട്ട് മുന്നേ കിട്ടിയ ഫൊറിയർ ട്രാൻസ്ഫോമിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ. അതായത് ടൈം ഷിഫ്റ്റിംഗ് കഴിഞ്ഞ് നമുക്കൊരു ഫൊറിയർ ട്രാൻസ്ഫോം കിട്ടിയിട്ടുണ്ട്, e raised to minus j 8 ഒമേഗ ഇൻറ്റു എക്സ് ഓഫ് ജെ ഒമേഗ. അതിൽ വേണം ഇത് അപ്ലൈ ചെയ്യാൻ. അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, 1/mod a എന്ന് പറയുന്നത് 4 ആണ്, 1/mod 4 എന്ന് പറയുന്നത് 1/4 തന്നെ. പിന്നെ ഒമേഗയ്ക്ക് പകരം ഒമേഗ ബൈ എ കൊടുക്കണം, അതായത് ഒമേഗ ബൈ 4 കൊടുക്കണം. അപ്പോൾ എന്ത് വരും, 1/4 എക്സ് ഓഫ് ജി ഒമേഗ ബൈ 4
e raised to minus j 8 omega by 4, that is e raised to minus j 2 omega. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. യു ഹാവ് എ സിസ്റ്റം, എൻ LTI സിസ്റ്റം ആണ്. അതിൻ്റെ ഇൻപുട്ട് എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്, ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി തന്നിട്ടുണ്ട്. യു ആർ ആസ്ക്ഡ് ടു ഡിറ്റർമിൻ ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ സിസ്റ്റം ഔട്ട്പുട്ട്. അതായത് ഇപ്പോൾ നമുക്കൊരു LTI സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ളത് അറിയാം. എക്സ് ഓഫ് ടിയും എച്ച് ഓഫ് ടിയും തന്നാൽ y ഓഫ് ടി ആണ് അതിൻ്റെ ഔട്ട്പുട്ട്. ദാറ്റ് ഈസ് y ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി. ഓക്കെ, എക്സ് ഓഫ് ടി എച്ച് ഓഫ് ടി തന്നിട്ടുണ്ട്. സോ ഹിയർ you need to find the Fourier transform of y of t. So y of t is what? X of t convolution h of t. So apply convolution property of Fourier transform. അതായത് ഇതാണ് പ്രോപ്പർട്ടി. എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടീൻ്റെ Fourier transform is x of j omega into h of j omega, that is equal to y of j omega. അതാണ് Fourier transform. ഇവിടെ ഡിറ്റർമിൻ ദ Fourier transform ഓഫ് ദ സിസ്റ്റം ഔട്ട്പുട്ട് y ഓഫ് e raised to j omega എന്ന് എഴുതിയിട്ടുണ്ട്. നൊട്ടേഷൻ മാറിപ്പോയതാണ്. ദിസ് ഈസ് y ഓഫ് j omega. ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് ജെ ഒമേഗയും എച്ച് ഓഫ് ജെ ഒമേഗയും ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത് ഡയറക്റ്റ് Fourier transform പെയറാണ്. e raised to minus at u of t അതെന്ന് എഴുതിയതാണ് ഈ രണ്ട് Fourier transforms. അപ്പോൾ അത് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ y ഓഫ് ടിയുടെ Fourier transform കിട്ടി. ഇത് ആൻഡ് ദിസ് ക്വാണ്ടിറ്റി ഈസ് യുവർ y ഓഫ് ജെ ഒമേഗ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഇതേ സെയിം പ്രോബ്ലം തന്നെ. എക്സ് ഓഫ് ടി തന്നിട്ടുണ്ട്, എച്ച് ഓഫ് ടി തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് y ഓഫ് ടി കണ്ടുപിടിക്കണം. അതായത് y ഓഫ് ടി എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കൊരു സിസ്റ്റത്തിൻ്റെ y ഓഫ് ടി എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി ആണ്. അപ്പോൾ കൺവല്യൂഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ് ഓഫ് ടിയും എച്ച് ഓഫ് ടിയും കൂടെ ഈ കൺവല്യൂഷൻ ഇക്വേഷൻ എഴുതി അങ്ങനെ കണ്ടുപിടിക്കാം. പക്ഷേ ഇവിടെ നമ്മൾ അങ്ങനെയല്ല, Fourier transform വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കൺവല്യൂഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. അതായത് y ഓഫ് ടിയുടെ Fourier transform എന്ന് പറയുന്നത് y ഓഫ് ജെ ഒമേഗയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ജെ ഒമേഗ ഇൻറ്റു എച്ച് ഓഫ് ജെ ഒമേഗ. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ y ഓഫ് ജെ ഒമേഗ കിട്ടും. അതിൻ്റെ ഇൻവേഴ്സ് Fourier transform എടുത്താൽ y ഓഫ് ടി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ തന്നിട്ടുള്ള എക്സ് ഓഫ് ടിയുടെയും എച്ച് ഓഫ് ടിയുടെയും Fourier transforms എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. യു ഹാവ് എ ബേസിക് പെയർ. ഇഫ് എക്സ് ഓഫ് ടി ഈസ് ഓഫ് ദ ഫോം 1/πt sin wt ആണെങ്കിൽ അതിൻ്റെ Fourier transform എന്ന് പറയുന്നത് ഇതാണ്. ഇറ്റ് ഈസ് 1 for mod omega less than w and 0 for mod omega greater than w. ഇവിടെ നമുക്ക് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് 1/πt sin πt ആണ്. അതായത് w എന്ന് പറയുന്നത് പൈ ആണ്. സോ എക്സ് ഓഫ് ജെ ഒമേഗ ഈസ് ഈക്വൽ ടു മോഡ് ഒമേഗ ലെസ് ദാൻ 1 ഫോർ മോഡ് ഒമേഗ ലെസ് ദാൻ പൈ, 0 ഫോർ മോഡ് ഒമേഗ ഗ്രേറ്റർ ദാൻ പൈ. ആൻഡ് എച്ച് ഓഫ് ടി എന്ന് പറയുന്നത് 1/πt sin 2πt ആണ്. അപ്പോൾ w എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. സോ ഓക്കെ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ദിസ് ഈസ് എച്ച് ഓഫ് ജെ ഒമേഗ, നോട്ട് എക്സ് ഓഫ് ജെ ഒമേഗ. So h of j omega is equal to 1 for mod omega less than 2 pi, mod omega greater than 2 pi. ഇനി എന്ത് വേണം? ഇപ്പോൾ എക്സ് ഓഫ് ജെ ഒമേഗയും കിട്ടിയിട്ടുണ്ട്, എക്സ് ഓഫ് ജെ ഒമേഗയും ഉണ്ട്, നമുക്ക് എച്ച് ഓഫ് ജെ ഒമേഗയും ഉണ്ട്. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം to get y of j omega. So what is y of j omega when you multiply these two? ഇതിൽ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് വാല്യൂ 1 ആണ്. You can see the magnitude is 1 in both cases, but only the range of omega is different. ഒരു ഒമേഗയുടെ റേഞ്ച് എന്ന് പറയുന്നത് മോഡ് ഒമേഗ ലെസ് ദാൻ പൈ. മോഡ് ഒമേഗ ലെസ് ദാൻ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇറ്റ് എക്സ്റ്റെൻസ് ഫ്രം -π ടു +π. -π മുതൽ പൈ വരെ ഇതിൻ്റെ വാല്യൂ 1 ആണ്. ഈ കേസിൽ മോഡ് ഒമേഗ ലെസ് ദാൻ 2π, അതായത് -2π മുതൽ 2π വരെ അത് 1 ആണ്, ബാക്കി എല്ലായിടത്തും 0 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഇത് രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്യുന്ന ഭാഗത്താണ് ആ മൾട്ടിപ്ലിക്കേഷൻ്റെ എഫക്റ്റ് വരുന്നത്. കാരണം ബാക്കി എല്ലാ ഭാഗത്തും 0 ആണ്. സോ ദ വാല്യൂ 1 ആൻഡ് 1 ആർ മൾട്ടിപ്ലൈഡ്. 1 × 1 എന്ന് പറയുന്നത് 1 ആണ്. അതാണ് റിസൾട്ട്, 1 എന്നുള്ള ആ റിസൾട്ട്. പക്ഷേ അത് ഏത് ഫ്രീക്വൻസി റേഞ്ചിൽ വരും എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പോൾ രണ്ടിനും കൂടെ കോമൺ ആയിട്ട് വരുന്ന ഫ്രീക്വൻസി ഏതാണെന്ന് നോക്കുക. ഒന്നിന് -π മുതൽ π,
മറ്റേത് -2π മുതൽ 2π വരെ ഉള്ളത്. സോ ദ കോമൺ റേഞ്ച് ഈസ് -π to π. സോ ദ പ്രൊഡക്റ്റ് വിൽ ബി 1, 4 -π to π. അപ്പോൾ എന്തായി y ഓഫ് ജി ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1, 4 mod ഒമേഗ ലെസ് ദാൻ പൈ, അതായത് -π മുതൽ π വരെ. അപ്പോൾ ഇങ്ങനെ ഒരു y ഓഫ് ജി ഒമേഗ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എന്തായിരിക്കും? അതും നമുക്ക് ഈ ബേസിക് പെയർ വെച്ചിട്ടാണ്. അതായത് ഈ ബേസിക് പെയർ നമുക്കറിയാം, ഇതാണ് ഫൊറിയർ ട്രാൻസ്ഫോം എങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഇതാണെന്നറിയാം. അപ്പോൾ ഇവിടെ ഇതാണ് നിങ്ങളുടെ ഫൊറിയർ ട്രാൻസ്ഫോം തന്നിരിക്കുന്നത്. അവിടെ w എന്ന് പറയുന്നത് പൈ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് 1/πt sin πt. സോ ദിസ് വിൽ ബി ദ y ഓഫ് t. ഓക്കെ, നെക്സ്റ്റ് ഈസ് എ ട്യൂട്ടോറിയൽ 3 questions. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ചെയ്ത് 21/4/2020 ആണ് സബ്മിഷൻ ഡേറ്റ്. അത് ഞാൻ റാൻഡമായിട്ട് കുറച്ച് റോൾ നമ്പർ പറയും. ആ സ്റ്റുഡൻസ് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറിയിട്ട് ഞാനത് അസൈൻമെൻറ്റായിട്ട് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂം വഴി തന്നെ അത് അപ്ലോഡ് ചെയ്യാം. അതല്ലെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ ഇൻറ്റിമേറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഈ മെറ്റീരിയൽ ഞാൻ നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും, PDF along with the video.